മാമോദീസ ഉടമ്പടിയിലൂടെ നാം ദൈവൈക്യത്തിലേക്ക് വന്ന് നാം ജീവിക്കുന്ന സമൂഹം, ജീവിക്കുന്ന കുടുംബം, എന്നെ വളർത്തിയ കുടുംബം, എന്നെ ജനിപ്പിച്ച മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരൊക്കെ കൂടുന്ന ആ കുടുംബം, അവരിലൂടെ എന്നിലേക്ക് കൃപ വരുന്നില്ലെന്ന് മാത്രമല്ല, തിന്മയാണ് വരുന്നതെന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെയും മരുന്നുണ്ട്. ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ അധർമ്മമുണ്ട്, അശുദ്ധിയുണ്ട്, മ്ലേച്ഛതയുണ്ട്, പൈശാചികതയുണ്ട്, ക്രമരാഹിത്യങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ജനിച്ചു വളർന്ന കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങളോ മാതാപിതാക്കളോ വിശുദ്ധരല്ല, അവർ പിശാചിൻ്റെ ഉപകരണങ്ങളായി തീരുന്നുണ്ട്. പലപ്പോഴും അവർ വിശ്വാസത്തിലും വിശുദ്ധിയിലും അല്ലെന്ന് കരുതട്ടെ. അങ്ങനെയുള്ള സാഹചര്യത്തിലും നമുക്ക് അവർക്ക് പകരമായി പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനും അവരെയും കൂടി രക്ഷയിലേക്ക് നയിക്കാനായിട്ടുള്ള ഒരു വിളി ദൈവം തന്നിട്ടുണ്ട്. അത് ഈശോ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 17:19. അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. മാത്രമല്ല, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ പാപത്തിൻ്റെ നിർവചനത്തിൽ മാമോദീസ വഴി ഉണ്ടായ ഉടമ്പടി അത് തകർക്കുകയാണ് പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. എന്നിട്ടോ പിശാചുമായിട്ടൊരു നാശത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നുണ്ട്. മാത്രമല്ല, രണ്ടാമതൊരു വാക്കും കൂടി ഞാൻ കൂട്ടിച്ചേർത്തു. മാമോദീസ വഴി മാത്രമല്ല, വിശ്വാസം വഴി ദൈവമായി ഉടമ്പടി ഉണ്ടാക്കുന്നു. ഞാൻ അങ്ങനെ ഒരാളെ കണ്ടു. വളരെ മിടുക്കിയായ മെഡിക്കൽ സയൻസിൽ ഉന്നത ബിരുദം നേടിയ ജോലിയുള്ള ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരു സഹോദരി, അനേകം ധ്യാനങ്ങൾ കൂടി. പക്ഷേ മാമോദീസ സ്വീകരിക്കാൻ കുടുംബം അനുവദിക്കുന്നില്ല. പ്രശസ്തമായ കുടുംബം, അവരുടെ കുടുംബത്തിന് മാനക്കേട് വരുത്തുന്നത് പറ്റില്ല. മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾ പലരും ഉന്നത ശ്രേണിയിലാണ്. ഞാൻ അത്ര ഇപ്പം പറയുന്നുള്ളൂ. രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലൊക്കെ അറിയപ്പെടുന്നവരുമാണ്. അതുകൊണ്ട് ഈ മകള് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, മരിക്കുന്നതിന് മുൻപ് എനിക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കേണ്ടതൊരു ആഗ്രഹമുണ്ട്, എനിക്കത് പറ്റുമോ അച്ഛാ? ഞാൻ പറഞ്ഞു, മോളെ, മാമോദീസ ഔദാശികമായി സ്വീകരിക്കാത്ത ഒരു വ്യക്തി ആഗ്രഹം കൊണ്ട് അവർ മാമോദീസ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് യേശുവെ വരണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഈശോ വരും. കുർബാന സ്വീകരിക്കണമെന്നാണ് ആഗ്രഹം മകൾക്ക്. ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മളോട് പറഞ്ഞു, നിൻ്റെ ഉള്ളിൽ ഇന്ന് പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ എല്ലാ കത്തോലിക്ക കുമ്പസാരിച്ച കത്തോലിക്കര് കുർബാന സ്വീകരിക്കുമ്പോൾ വരുന്നത് പോലെ തന്നെ നിൻ്റെ ഉള്ളിൽ വരും. ഈശോയുടെ കരുണ അത്ര വലുതാന്ന് പറഞ്ഞു. സത്യമാണോ അച്ഛാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെ. അന്ന് രാത്രി എല്ലാവരും കുർബാന സ്വീകരിച്ച സമയമായപ്പോൾ ഈ മകൾക്ക് അസാധാരണമായൊരു ദൈവാനുഭവം ഉണ്ടായി. ശരീരം മുഴുവൻ തീ പിടിച്ചുള്ളൊരു അനുഭവം. കുർബാന എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന അച്ഛൻ അതിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ കടന്നു പോകുന്ന സ്വർഗീയ ദർശനം കാണുന്നു. എന്നിട്ട് ഇവളുടെ നാവിൽ ഒരു തീക്കട്ട ആരോ വെച്ച് കൊടുത്ത പോലെ ഒരു അനുഭവം ഉണ്ടാകുന്നു. അത് നാവിൽ നിന്ന് തൊണ്ടയിലേക്ക് ഇറങ്ങി ശരീരത്തിലേക്ക്, ഉദരത്തിലേക്ക് പോകുന്ന സമയത്ത് ആ തീക്കട്ട പോലുള്ള വസ്തു ദേഹം മുഴുവനും തീ പൊള്ളിക്കുന്നത് പോലൊരു അനുഭവം നൽകുന്നു. അന്ന് എല്ലാവരും 9:30 ധ്യാനം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോഴും അവൾക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല. കൂട്ടുകാരിയായ ഡോക്ടർ, അത് കത്തോലിക്ക സഭയിൽപ്പെട്ടൊരു ഡോക്ടർ, ആ ഡോക്ടർ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ എന്നെ വന്ന് വിളിച്ചു. ഞാൻ ഊട്ടുമുറിയിലായിരുന്നു ആ സമയത്ത്. ഞാൻ അന്ന് തിരിച്ചു ചെന്നാൽ ഞാൻ കൈ പിടിച്ച ഉടനടി അവൾ എന്നോട് പറയുന്നു, കൊച്ചുമാത്തച്ഛനല്ലേ? ഞാൻ പറഞ്ഞു, അതെ അച്ഛാ, ഈശോ എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞ പോലെ സംഭവിച്ചെന്ന് പറഞ്ഞു. വിശ്വാസം വഴിയോ മാമോദീസ വഴിയോ ദൈവമായി ഉണ്ടാക്കി ഉടമ്പടി തകർത്തിട്ട് പിശാചുമായിട്ടൊരു നാശത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്ന മഹാപരാധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുദപിച്ച് മാപ്പപേക്ഷിക്കാം. ഇപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശ്വാസം വഴിയും മാമോദീസ വഴിയും പങ്കുമായിട്ട് ചെയ്ത രക്ഷയുടെ ഉടമ്പടി തകർത്ത് പിശാചുമായ നാശത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്ന മഹാപരാധത്തിൻ്റെ കറകൾ എന്നിലുണ്ടെങ്കിൽ അതെല്ലാം നീക്കിക്കളയുന്ന ഒരു ആശീർവാദം ഇപ്പോഴെനിക്ക് തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.